ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. ഓൺലൈൻ ആസ്ട്രോളജി സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. നമുക്ക് ഈ ഒരു വ്യാഴ മാറ്റം, അപ്പോൾ ഈ വ്യാഴ മാറ്റം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രാശിയിലാണ് വ്യാഴൻ വരുന്നത്. അപ്പോൾ 10ഉം 7ഉം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്ന വ്യാഴൻ ആണ് ജാതകത്തിൽ ഈ രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രാശിയിൽ വരുന്ന വ്യാഴൻ നമുക്ക് കുടുംബപരമായിട്ടുള്ള ഏതൊരു കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബകാര്യങ്ങളിൽ തർക്ക വിഷയങ്ങൾ സാധ്യതകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാൽ നമ്മൾ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ തൊഴിൽ സ്ഥാനത്ത് ഒരു സുദർശന യന്ത്രം ചെയ്ത് വച്ച് പൂജിക്കുകയോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യാഴമാറ്റം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നമുക്ക് ഈ കുടുംബകാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പെട്ടെന്ന് ദേഷ്യം, നമുക്ക് കുറേ ചിന്തകൾ, കുറേ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കുറേയൊക്കെ അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥത മാറ്റുന്നതിന് ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് നമുക്ക് ചില എതിരഭിപ്രായങ്ങളും തർക്ക വിഷയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു മാനസികമായിട്ടുള്ള ഒരു സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ തൊഴിലിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ അത് കഴിയുന്നതും ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു വ്യാഴമാറ്റം നമ്മളെ ബാധിക്കുന്ന ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്.